നമസ്കാരം കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷത്തെ വിനായക ചതുർത്ഥി വരുന്നത് ഓഗസ്റ്റ് 27-ാം തീയതിയാണ് കേട്ടോ. വിനായക ചതുർത്ഥി എന്ന് പറയുന്നത് മഹാഗണപതിയുടെ ഉണ്ണിഗണപതിയുടെ പിറന്നാൾ ദിവസമാണ് എന്ന് അനുസ്മരിക്കാറുണ്ട്. ചിങ്ങമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞു വരുന്ന ചതുർത്ഥി ദിവസത്തിലാണ് വിനായക ചതുർത്ഥിയായിട്ട് ആഘോഷിക്കുന്നത്. ഗുരുവായൂരിൽ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അന്നേ ദിവസം മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന്റെ തൊട്ടടുത്തായിട്ട് അല്ലെങ്കിൽ നമ്മളെ കല്യാണ മണ്ഡപങ്ങളൊക്കെ കാണാറില്ലേ, അതിൻ്റെ തൊട്ടടുത്തായിട്ട് വലിയ വിനായക പ്രതിമ കൊണ്ടുവരാറുണ്ട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ മുമ്പിലായിട്ട് മഹാഗണപതി ഹോമം നടക്കാറുണ്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഒരു 1:30 മണിക്ക് ശേഷം ഉച്ചപൂജയ്ക്ക് ശേഷമാണ് അത് സമുദ്ര നിമജ്ജനം ചെയ്യാനായിട്ട് കൊണ്ടുപോകാറുള്ളത്. ഇവിടെ നിന്ന് അനേകം ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്നിട്ട് അങ്ങനെ പല തരത്തിലുള്ള വിനായക പ്രതിമകളും എല്ലാം കൂടി ഒരുമിച്ചാണ് സമുദ്ര നിമജ്ജനത്തിനായിട്ട് പുറപ്പെടാറുള്ളത്. ഗുരുവായൂർ കിഴക്കേ നടയിൽ നിന്നാണ് കേട്ടോ പുറപ്പെടാറുള്ളത്. അതേമാതിരി തന്നെ ഇനി വിനായക ചതുർത്ഥി ദിവസം നമ്മൾ എങ്ങനെയാണ് ആചരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അവനവൻ്റെ ഗൃഹത്തിൽ ഗണപതി ഹോമം നടത്തിയിട്ട് ആചരിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. ഗണപതി പൂജയോ ഹോമമോ ആയിട്ട് നടത്താറുണ്ട്. അതല്ലെങ്കിൽ വിനായക ചതുർത്ഥി നമുക്ക് ഏകദേശം വ്യാഴാഴ്ച വ്രതം നോൽക്കുന്ന പോലെ നോൽക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. തലേ ദിവസം ഒരിക്കലൂണും പിറ്റേ ദിവസം എന്താ പറയുക നീതിച്ച പഴങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാത്രം കഴിച്ചിട്ട് നോൽക്കുന്ന ആൾക്കാരുണ്ട്. വിനായക ചതുർത്ഥി നമ്മൾ നോൽക്കുകയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള വിഘ്നങ്ങളും മാറാനായിട്ട് വിഘ്നേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവുമെന്നാണ് പൂർവികർ ആചാര്യന്മാർ പറയാറുള്ളത്. അപ്പോൾ ഈ വർഷത്തെ വിനായക ചതുർത്ഥി നമുക്ക് എല്ലാവർക്കും വിനായക മൂർത്തിയെ അല്ലെങ്കിൽ നമ്മുടെ വിഘ്നേശ്വരൻ്റെ മുമ്പിൽ നല്ലോണം പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ആഘോഷിക്കാൻ സാധിക്കട്ടെ. എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളും വിഘ്നങ്ങളും തീർത്ത് അനുഗ്രഹിക്കണേ മഹാഗണപതിയെ എന്ന് പ്രാർത്ഥിക്കാം കേട്ടോ.